ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഫിഫിയിലെ ബാനിയൻ വില്ല, ഫിഫി ബാനിയൻ വില്ല എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ്. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾ ഫിഫി ബാനിയൻ വില്ലൻ്റെ റിസോർട്ട് ടൂറും ഇവിടുത്തെ അമ്യൂണിറ്റീസും ഫെസിലിറ്റീസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്കോട്ട് കിടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ആക്ച്വലി ഗാർഡൻ വ്യൂ പിന്നെ ഗാർഡൻ പാർക്കും കൂടാണ്. ഇതാണ് ഗാർഡൻ വ്യൂ കോട്ടേജസ്. അപ്പം ഈ ഗാർഡൻ വ്യൂ കോട്ടേജസിലേക്കോട്ടുള്ള വഴിയാണിത്. നല്ല അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ജനൽ ഓർക്കുമ്പോൾ തന്നെ ഇതാണ് കാണാൻ കിട്ടുന്നത്. നമ്മുടേത് പൂൾ വ്യൂ ആണ് കേട്ടോ. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂ ആണ് ഇച്ചിരി കൂടി നല്ലത്. കാണിച്ചു തരാം, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോ. ബോൺസൈസ് ആണ്, മൊത്തം ബോൺസൈസാണ്. ഇതാണ് റിസോർട്ട്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഇതിന് തൊട്ട് മുന്നിൽ തന്നെ എത്തിയിരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പം വ്യൂ ഇതാണ്. അടിപൊളി വ്യൂ. നമുക്ക് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഒരു മാൽദീവ്സിൻ്റെ ഒക്കെ വൈബ് വരുന്നു. ഫിഫി അതാണ്, ഫുൾ മാൽദീവ്സ്. ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ മാൽദീവ്സ് ആയിരുന്നല്ലോ. ഞങ്ങളുണ്ടല്ലോ, അപ്പം ഈ റിസോർട്ടിലെ ജിമ്മ് കാണിച്ചു തരാം. ഇവിടെ ജിമ്മിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഷൂസും പിന്നെ ജിമ്മിൻ്റെ ക്ലോത്ത്സ് ഇടണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ജിമ്മിൻ്റെ കാണിച്ചു തരാം ഈ റിസോർട്ടിൻ്റെ. നമ്മൾ ആദ്യമായിട്ടല്ലേ ജിം ഇരിക്കുന്ന ഒരു റിസോർട്ടിൽ? അതെ, നമ്മൾ ഇവിടെ വെളിയിൽ അങ്ങനത്തെയാണ്. പക്ഷെ അല്ല, നമ്മളെപ്പോഴും പോകാറില്ല, തിരക്കാറില്ല. ഇവർ നമ്മളെ അടുത്ത് റിസപ്ഷൻ തന്നെ പറഞ്ഞു ജിം ഉണ്ടാവും എന്നുള്ളത്. അതെ, ജസ്റ്റ് ഷൂട്ട് വീഡിയോ എന്തോ. നല്ല സെറ്റപ്പൊക്കെയാണ്. വേ പ്രോട്ടീൻസും എല്ലാം ഉണ്ട്. വാഷ്റൂംസും ഉണ്ട്. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ അത്യാവശ്യം വലിയ ജിമ്മാണ് കേട്ടോ. അടിപൊളി. ബോക്സിങ് റിങ്ങും ഉണ്ട്. അത്യാവശ്യം വലിയ ജിമ്മ്. നല്ലുണ്ട്, അടിപൊളിയാ. അടിപൊളി. ഈ വ്യൂവിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് സുഖം വേറെ തന്നെയാണ് അല്ലേ? ഓ, ഈ വ്യൂവിൽ വർക്കൗട്ട് ചെയ്യുന്നത് വേറെ തന്നെ സുഖമാണ്. പക്ഷെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ലേ,
സിംഗപ്പൂർ എയർപോർട്ടിലുണ്ടായ വർക്കൗട്ടാ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. ഒരു അടിപൊളി സിംഗപ്പൂർ എയർപോർട്ടിലെ വാട്ടർഫാളിന് മുന്നിൽ വർക്കൗട്ട് ചെയ്യുന്നത് അടിപൊളിയായിരുന്നു. അതാണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്കുണ്ടല്ലോ കുറേ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാം നല്ല വൃത്തിക്കാണുള്ളത്. അല്ലെങ്കിൽ ചിലർ കാണുന്നില്ലേ, ഓ ഇത് പഴയ ബിൽഡിംഗ് ആണ്, ഇത് ഇത്രയും മതി എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഇതും പിന്നെ ബോക്സിങ്ങിനാണോ? ബോക്സിംഗ് റിംഗ് അല്ല, ഇത് വേറെന്തോ ബോക്സിംഗ് റിംഗ് ആണോ? തായ്ലൻഡിൽ വന്ന് ബോക്സിങ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ എല്ലാ മെഷീനും ചെയ്തിട്ടുണ്ട്. ചോദ്യം വേണം, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതെല്ലാം എനിക്കും അറിയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഇത് സൈക്കിൾ എടുത്തിട്ട് ചവിട്ടുന്നത്, അത് ത്രെഡ്മില്ല്, മറ്റേത് ഇത് ഇങ്ങനെ 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 ആക്കുന്നത്. ഓക്കെ, ഇതെന്തിനാന്ന് അറിയാമോ? ഇത് ഇവിടെ തല വെച്ചിട്ട് ഇവിടെ കാല് വെച്ചിട്ട് എനിക്കൊന്ന് ആ മറ്റേ സാധനം കണ്ട് കയ്യിൽ ആക്ച്വലി അല്ല, ഇത് നമ്മുടെ കാലിന് വേണ്ടിയിട്ട്. ഇത് ലെഗ് പ്രസ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് കാല് വെച്ചിട്ട് ഇവിടെ കൈ വെച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇതിങ്ങനെ അമർത്താണോ? അവിടെ അമർത്തുന്നത്. അമർത്തിയിട്ട് നമ്മൾ മുമ്പോട്ട് വരും ഓരോ വെയിറ്റിനുണ്ട്. അപ്പൊ നമ്മുടെ കാലിന് വേണ്ടിയിട്ടുള്ളത് ഇത്. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ പൂളിനകത്ത് വന്നിരിക്കുക. അപ്പം ഇവിടുത്തെ സ്വിമ്മിങ് പൂളിൽ ഉച്ച സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്. ജസ്റ്റ് എവിടെയെങ്കിലും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിലാക്സ് ചെയ്യുക. പിന്നെ വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വെയിലൊക്കെ താഴുമ്പോഴത്തേക്കാണ് നിങ്ങൾക്കൊന്ന് വെളിയിൽ പോകേണ്ടത്. അല്ലെങ്കിൽ നല്ലോണം ഡീഹൈഡ്രേറ്റ് ഒക്കെ ആയി നല്ലോണം നമുക്ക് ക്ഷീണിക്കും. അപ്പം ഉച്ച സമയത്തൊക്കെ റിലാക്സ് ചെയ്യുക. വൈകുന്നേരം രാത്രിയിലൊക്കെ പറ്റുമെങ്കിൽ പോവുക. പിന്നെ ഓരോരുത്തരുടെ താല്പര്യമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് സമയം കാണത്തില്ല. ഞങ്ങളിത് സെക്കൻഡ് ടൈം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ചെറുതും കൂടെ റിലാക്സ്ഡ് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് നോർമലായിട്ട് റിലാക്സ് ചെയ്ത് പോകുന്നത്.